ഇന്നത്തെ മത്സരത്തിൽ മുംബൈ ടീം മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഹൈദരാബാദ് തോറ്റിരിക്കുകയാണ്. ഇതോടുകൂടി പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPL-ലെ എല്ലാ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഡൽഹിയാണ്. അവർക്ക് 10 പോയിന്റ് ഉണ്ട്. ഇതുവരെ ഒരു മാച്ചിൽ മാത്രമാണ് ഡൽഹി തോറ്റിരിക്കുന്നത്. 90% ഡൽഹി ടീം പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഈ IPL-ലെ നമ്പർ 1 ടീം അത് ഡൽഹി തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് ഗുജറാത്താണ്. അവർക്ക് 8 പോയിന്റ് ഉണ്ട്. കളിച്ച 6 മാച്ചിലെ 4 ജയിച്ച് 2 തോറ്റു. ഇതേ സമയം RCB ആണ് മൂന്നാം സ്ഥാനത്ത്. അവർക്കും 8 പോയിന്റാണുള്ളത്. 2 കളി മാത്രമേ RCB തോറ്റിട്ടുള്ളൂ. RCB-യും 90% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. പഞ്ചാബ് ആകട്ടെ 4ാം സ്ഥാനത്തുണ്ട്. അവർക്കും 8 പോയിന്റ് തന്നെയാണ്. ഇനി 5ാം സ്ഥാനത്തുള്ളത് ലക്നൗ ആണ്. അവർക്ക് 8 പോയിന്റ് ഉണ്ട്. ലക്നൗ ഇതുവരെ 3 മാച്ചിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. അവരും മികച്ചവരാണ്. ഇന്നത്തെ മാച്ച് മുംബൈ ജയിച്ചപ്പോൾ അവർക്ക് 6 പോയിന്റ് ആയിരിക്കുകയാണ്. മുംബൈ ടീം ടൂർണമെന്റിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വന്നു. മുംബൈ ഇതുവരെ 7 മാച്ച് കളിച്ചിട്ടുണ്ട്. ഇതിലെ 3 ജയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈ ടീമിന് ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താൻ സാധിക്കും. ഇതേ സമയം ഹൈദരാബാദ് ആകട്ടെ അവസാനമാണ്. അവർക്ക് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. CSK 9ാം സ്ഥാനത്തുണ്ട്. ചെന്നൈ ടീം ഇതുവരെ 7 മാച്ച് കളിച്ചിട്ടുണ്ട്. 5 തോറ്റിരിക്കുകയാണ്. 2 മാത്രമേ ചെന്നൈ ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ചെന്നൈക്ക് ഇനിയുള്ള ഓരോ മാച്ചും നിർണായകമാണ്. ഇനി രാജസ്ഥാൻ ടീമിനെ പരിഗണിച്ചാൽ രാജസ്ഥാനും 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇതുവരെ 7 മാച്ച് കളിച്ചിട്ടുണ്ട്. 5 രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ്. 2 മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള എല്ലാ മാച്ചിലും രാജസ്ഥാന് മികച്ച വിജയങ്ങൾ ആവശ്യമാണ്. ഒരു ടീമിനെ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റെങ്കിലും ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ രാജസ്ഥാൻ, CSK ഈ ടീമുകൾ ഡേഞ്ചറസ് സോണിലാണ്. ഇന്ന് മുംബൈ കളി ജയിച്ചതുകൊണ്ട് അവർക്ക് നേരിയ പുരോഗതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.